മോർണിംഗ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ഇയർ ലേറ്റർ കൊളോണിയൽ ഇറ ലോസ് ടു ന്യൂ ക്രിമിനൽ കോഡ്സ്. അതായത് കൊളോണിയൽ ഇറ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ആ ഒരു ലോസിൽ നിന്ന് ക്രിമിനൽ ലോസ് പുതുതായിട്ട് വളരെയധികം ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, റീവിസിറ്റ് ഡിജിറ്റൽ സെർച്ച് പവേഴ്സ് അണ്ടർ ഇൻകം ടാക്സ് ബിൽ 2025. പുതിയ ഇൻകം ടാക്സ് ബില്ല് എത്രത്തോളം ഡിജിറ്റൽ സാധ്യതകളെ തുറന്ന് കാട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു സെക്കൻഡ് എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ലാംഗ്വേജ് ഓഫ് യൂണിറ്റി. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതേനൊക്കെ തന്നെ അതിലെ 3 ലാംഗ്വേജ് ഫോർമുല തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ആ ഒരു എഡിറ്റോറിയലിൽ അനാലിസിസ് നടത്തുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ദ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് എമർജൻസി. അതായത് എമർജൻസി കാലഘട്ടത്തില് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ഇന്ത്യനെ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫിഫ്ത് വൺ, വൈ ഈസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡീലിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് 2019 തൊട്ട് ഇലക്ഷനിൽ മത്സരിക്കാത്ത അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡീലിസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ എത്രത്തോളം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലൊക്കെ ആ ഒരു ഇലക്ട്രൽ റീഫോംസ് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയലിൽ നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, നോബൽ റൂട്ട് ദ ആൽക്കമിസ്റ്റ് ഓഫ് വൈൻസ് ഈസ് സെറ്റിംഗ് ഫംഗൽ ബയോളജി അബിസ്. അതായത് ഫംഗൽ ബയോളജിയിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുകയാണ്. ഫംഗൽ സ്റ്റഡീസിൽ യൂണിക് ക്രോമസോം ഫഞ്ചൈസിനെ കണ്ടെത്തിയിട്ടുണ്ട്. സോ അതിനെ കുറിച്ചുള്ളതാണ് ആ ഒരു ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ നോക്കുന്നത്. ഇനി ഓരോ ആർട്ടിക്കിൾസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോവാം. ദ ഫസ്റ്റ് വൺ, എ ഇയർ ലേറ്റർ കൊളോണിയൽ ഇറ ലോസ് ടു ന്യൂ ക്രിമിനൽ കോഡ്സ്. അതായത് കൊളോണിയൽ ഇറ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ആ ഒരു ക്രിമിനൽ കോഡ്സിൽ നിന്ന് നമ്മൾ പുതിയ ക്രിമിനൽ കോഡ്സും കാര്യങ്ങളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളമാണ് നമ്മുടെ സിസ്റ്റത്തെ എഫിഷ്യന്റ് ആക്കിയത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ നോക്കുന്നത്. സോ ഗവൺമെന്റ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് സിസ്റ്റത്തിനെയൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊക്കെ ഈ സാക്ഷി ആപ്പ്, ഇതും വളരെയധികം എവിഡൻസ് കളക്ഷൻ ആയാലും അതിനൊക്കെ ജിയോ ടാഗുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കളക്ട് ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി വളരെയധികം വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ പറഞ്ഞ ഈ സാക്ഷിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് റിയൽ ടൈമിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. ടാമ്പർ പ്രൂഫ് എവിഡൻസ് കളക്ഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ക്വാളിറ്റിനെ തന്നെ വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ അൺഒഫീഷ്യൽ ഡെലിഗേഷൻ കുറയ്ക്കുന്നുണ്ട്. അതിനൊക്കെ ട്രാൻസ്പെറൻസി വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എന്തൊക്കെ ചലഞ്ചസ് ആണ്? വളരെയധികം ടെക്നിക്കൽ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. അതായത് ഡിവൈസ് കോമ്പാക്ടിബിലിറ്റി, സ്റ്റോറേജ്, കോഡ് ആക്സസ് ഇഷ്യൂസ് ഒക്കെ നിലവിലും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നോട്ടിഫൈഡ് ആയിട്ടുള്ള സൈബർ ഫോറൻസിക് ലാബ്സുകൾ നമുക്കില്ല. അതിനൊക്കെ മെഡിക്കൽ ലീഗൽ റിപ്പോർട്ടുകളൊക്കെ വളരെയധികം ഡിലേ ആക്കുന്നതും നമ്മുടെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ CCTNS വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് പോലീസ് റെക്കോർഡ്സും FIRസും ഒക്കെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന നാഷണൽ പ്ലാറ്റ്ഫോം ആണ് ഈ പറഞ്ഞ CCTNS. സോ എല്ലാ പോലീസ് സ്റ്റേഷനെയും കണക്ട് ചെയ്യുന്ന ഒരു റിയൽ ടൈം ഡേറ്റ ഷെയറിംഗ് ആയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. ക്വിക്ക് സെർച്ചിനെ എനേബിൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ ക്രിമിനൽസിനെയും കേസസിനെയും ഒക്കെ വളരെയധികം ട്രാക്ക് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ് ഈ പറഞ്ഞ ICGS? അതായത് പോലീസ്, കോർട്ട്, പ്രിസൺ, പ്രോസിക്യൂഷൻ, ഫോറൻസിക്, IT സിസ്റ്റം ഇവയെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ പറയുന്ന ICGS. സിംഗിൾ ഡേറ്റ എൻട്രി, അക്സസിബിൾ ബൈ ഓൾ പില്ലേഴ്സ്, എല്ലാത്തിനെയും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ICGSന്റെ മേജർ ഫംഗ്ഷൻ എന്നുള്ളത്. സോ കേസ് ട്രാക്കിംഗ് ആയാലും അനലിറ്റിക്സ് ആയാലും അതേണക്കിന് ജസ്റ്റിസ് ഡെലിവറിനെയൊക്കെ വളരെയധികം സ്പീഡപ്പ് ചെയ്യാൻ ICGSന് സാധിക്കുന്നുണ്ട്. ദെൻ ഈ സാക്ഷ്യ മൊബൈൽ ആപ്പിന്റെ പർപ്പസ് ആൻഡ് ഫംഗ്ഷൻ എന്താണ്? അതായത് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് ക്രൈം സീൻസ് ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്യാനും എവിഡൻസ് കളക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എവിഡൻസ് വളരെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും ഡിജിറ്റൽ ഓതന്റിക്കേഷനും ടൈം സ്റ്റാമ്പ്സിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിഫോം ആയിട്ടുള്ള അതിനൊക്കെ ടാമ്പർ പ്രൂഫ് എവിഡൻസ് കളക്ഷൻ ഒക്കെ ഈ പറയുന്ന ഈ സാക്ഷ്യ മൊബൈൽ ആപ്പ് വെച്ച് നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം പോലീസ് റീഫോംസ് ത്രൂ ഡിജിറ്റലൈസേഷൻ ആൻഡ് റിയൽ ടൈം എവിഡൻസ് കളക്ഷൻ, റോൾ ഓഫ് ഫോറൻസിക് ആൻഡ് ICT infrastructure in modern criminal investigations, implementation challenges of new criminal laws and their impact on justice delivery. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, റീവിസിറ്റ് ഡിജിറ്റൽ സെർച്ച് പവേഴ്സ് അണ്ടർ ദ ഇൻകം ടാക്സ് ബിൽ 2025. അതായത്
പുതിയ ഇൻകം ടാക്സ് ബില്ല് എത്രത്തോളമാണ് ഡിജിറ്റൽ സാധ്യതകളെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ നോക്കുന്നത്. അതായത് ടാക്സ് അതോറിറ്റീസിന് ഇൻഡിവിജ്വൽസിന്റെ വിർച്വൽ ഡിജിറ്റൽ സ്പേസ് അസസ് ചെയ്യാനുള്ള അധികാരം ന്യൂ ബില്ലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എന്താണ് ഈ പറയുന്ന വിർച്വൽ ഡിജിറ്റൽ സ്പേസ്? ഇമെയിൽസ്, ക്ലൗഡ് ഡ്രൈവ്സ്, സോഷ്യൽ മീഡിയ തുടങ്ങിയ ഇൻഡിവിജ്വൽസിന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസും അസസ് ചെയ്യാൻ, സെർച്ച് ഓപ്പറേഷൻ ടൈമിൽ അസസ് ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അധികാരമുണ്ട്. മുന്നേ വരെ ഫിസിക്കൽ സ്പേസ് മാത്രമായിരുന്നു അവർക്ക് ആക്സസ് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ പറയുന്ന ഇൻഡിവിജ്വൽ സ്പേസിലേക്കും കൂടെ ഉള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുന്നുണ്ട്. സോ എന്തൊക്കെ ലീഗൽ കൺസേൺസ് ആണ് ഇതിന് പിന്നാലെ ഉള്ളത്? ജുഡീഷ്യൽ ഓവർസൈറ്റ്, അതിനൊക്കെ റെലവൻസ് ത്രെഷോൾഡ്, വാറന്റ്സ്, റേസിംഗ് കൺസേൺസ് ഓഫ് സർവൈലൻസ്, പ്രൈവസി വയലേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേണക്ക് തന്നെ കുട്ടസ്വാമി ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്ന പ്രൊപ്പോർഷണാലിറ്റി ടെസ്റ്റിന്റെ വയലേഷൻ ആയിട്ടും നമുക്ക് ഈ ഒരു ഇൻകം ടാക്സ് ബില്ലിന്റെ ഈ ഒരു പ്രൊവിഷൻ കാണാൻ സാധിക്കും. സോ എന്തൊക്കെയാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, അതെങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഡിഫറെന്റ് ആയിരിക്കുന്നത് നോക്കാം. കാനഡ, US പോലെയുള്ള രാജ്യങ്ങളിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ സെർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കണമെങ്കിൽ പ്രയർ ആയിട്ടുള്ള ജുഡീഷ്യൽ ഓതറൈസേഷനും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ്. പക്ഷെ ഇന്ത്യയുടെ കേസിൽ അങ്ങനെ ഒരു സിസ്റ്റമോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇപ്പോഴും ഈ ഒരു ബില്ലില് വളരെയധികം ട്രാൻസ്പെറൻസി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇൻകം ടാക്സ് ബിൽ 2025 വിർച്വൽ ഡിജിറ്റൽ സ്പേസ് അസസ് എന്താന്ന് നോക്കാം. അതായത് ടാക്സ് ഒഫീഷ്യൽസിന് ഇൻഡിവിജ്വൽസിന്റെ ഇമെയിൽസ്, ക്ലൗഡ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ അക്കൗണ്ട്സ് തുടങ്ങിയവയ്ക്ക് സെർച്ച് ഓപ്പറേഷന്റെ ടൈമിൽ ആക്സസ് ചെയ്യാനുള്ള അധികാരമാണ് ഈ ഒരു ബില്ലിൽ കാണുന്നത്. സോ അവരുടെ പാസ്വേഡ്സ്, എൻക്രിപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇത് പ്രൈവസി കൺസേൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സുപ്രീം കോർട്ടിന്റെ പല ജഡ്ജ്മെന്റും വയലേഷൻ ആയിട്ട് ഈ ഒരു ബില്ല് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ സെക്ഷൻ 132 ഇൻകം ടാക്സ് ആക്ട് 1961 സെർച്ച് ആൻഡ് സീഷർ. അതായത് ഈ സെക്ഷൻ 132 എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ അസറ്റ്സിനെ മൊത്തത്തിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകത്തെ അൺകവർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ 132 ഇൻകം ടാക്സ് ആക്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസ് പ്രൈവസി റൂളിംഗ്. സുപ്രീം കോർട്ടിന്റെ വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസ്. അതായത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് സുപ്രീം കോടതി അംഗീകരിച്ച കാര്യമാണ്. സോ സ്റ്റേറ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഫെയർ ആയിരിക്കണം, അതിനൊക്കെ നെസസറി ആയിരിക്കണം, പ്രൊപ്പോർഷണൽ ആയിരിക്കണം. സോ ഈ ഒരു കേസ് എന്ന് പറയുന്നത് പ്രൈവസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളിലും ലോസും മറ്റുമൊക്കെ കൊണ്ടുവന്ന ഒന്നായിരുന്നു. അത്രത്തോളം ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു ബില്ല് കാണാൻ സാധിക്കും. ദെൻ എന്താണ് ഇപ്പൊ റീസൺ ടു ബിലീവ് ഡോക്ട്രിൻ? ഒഫീഷ്യൽസ് ഒരിക്കലും സസ്പീഷന്റെ പേരിൽ ഈ പറഞ്ഞ സെർച്ചും കാര്യങ്ങളും ഒന്നും കണ്ടക്ട് ചെയ്യാൻ പാടില്ല. വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള എവിഡൻസിന്റെ പേരിൽ മാത്രമേ ഈ പറയുന്ന സെർച്ച് ഓപ്പറേഷൻസും മറ്റും കണ്ടക്ട് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് റീസൺ ടു ബിലീവ് ഡോക്ട്രിനിൽ നമ്മൾ കാണുന്നത്. അതായത് കോർട്ടിന് വേണമെങ്കിൽ അത് റിവ്യൂ ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. കാരണം അവർക്കത് ജസ്റ്റിഫൈ ആയില്ലെങ്കിൽ ആ ഒരു റിവ്യൂ കാര്യങ്ങളും ഒക്കെ കോർട്ടിനും അലോ ചെയ്തിട്ടുണ്ട്. സോ സെർച്ച് പവേഴ്സ് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന റീസൺ ടു ബിലീവ് ഡോക്ട്രിൻ വന്നിട്ടുള്ളത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ആർട്ടിക്കിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലീഗൽ സേഫ് ഗാർഡ്സ് ആൻഡ് പ്രൈവസി റൈറ്റ്സ് ഇൻ ഡിജിറ്റൽ എൻഫോഴ്സ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റൈറ്റ് ടു പ്രൈവസി ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി ടെസ്റ്റ്, സർവൈലൻസ് വേഴ്സസ് പ്രൈവസി, ചലഞ്ചസ് ഇൻ ഡിജിറ്റൽ ടാക്സ് എൻഫോഴ്സ്മെന്റ്. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് തേർഡ് വൺ, ലാംഗ്വേജ് ഓഫ് യൂണിറ്റി. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതിനൊക്കെ 3 ലാംഗ്വേജ് ഫോർമുല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണുന്നത്. സോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള ലാംഗ്വേജ് ചോയ്സ് ആണ് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 2 ഇന്ത്യൻ ലാംഗ്വേജസ് പ്ലസ് 1 ഫോറിൻ ലാംഗ്വേജ് എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ച ക്രൈറ്റീരിയ. പക്ഷെ ഇപ്പോൾ ഹിന്ദി ഇമ്പോസിഷൻ കാര്യങ്ങളും ഒക്കെ വളരെ അധികം ഫിയേഴ്സ് നമുക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് മഹാരാഷ്ട്ര അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് പലപ്പോഴും പൊളിറ്റിക്കൽ ഒപ്പോസിഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. സോ എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ഇത്രത്തോളം ഒരു വൾണറബിൾ ടോപ്പിക് ആയിട്ട് ഇന്ത്യയിൽ മാറുന്നത്? വളരെയധികം റീജിയണൽ ലിംഗ്വിസ്റ്റിക് സെൻസിറ്റീവ്നെസ് ഇന്ത്യയിലുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ ഹിന്ദി ഇമ്പോസിഷൻ വളരെയധികം പ്രശ്നങ്ങൾ പല സ്റ്റേറ്റിലും ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കൾച്ചറൽ ഹോമോജനൈസേഷനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെയധികം പൊളിറ്റിക്കൽ റിസ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ഈ ഒരു ഹിന്ദി ഇമ്പോസിഷൻ കാര്യങ്ങൾക്കുള്ള ഇംപ്ലിമെന്റേഷൻ ചലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. കാരണം പല സ്റ്റേറ്റിനും റീജിയണൽ ലാംഗ്വേജ് ഓപ്ഷൻസ് വളരെ അധികം കുറവായത് കൊണ്ടാണ് അവർ ഈ പറഞ്ഞ ഹിന്ദിനെ ഒരു തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഡിഫോൾട്ട് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതൊരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഇറോഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 3 ലാംഗ്വേജ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസി ആയിരുന്നു ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അത് സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ടും 3 ലാംഗ്വേജസ് പഠിച്ചിരിക്കണം. അതിൽ 2 എണ്ണം ഇന്ത്യൻ ലാംഗ്വേജസ് ആയിരിക്കണം. സോ ഒരു ലാംഗ്വേജ് വളരെ ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കാനായിട്ട് ഗവൺമെന്റ് പറയുന്നില്ല. ചോയ്സ് വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. സോ മൾട്ടി ലിംഗ്വലിസം അതിനൊക്കെ യൂണിറ്റിയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ലാംഗ്വേജ് ചോയ്സ്. സ്റ്റേറ്റിന് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതേനൊക്കെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജസ് ഏതൊക്കെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് ഹിന്ദി തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇവിടെ ഇല്ല. സോ തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകൾ അവരുടേതായിട്ടുള്ള ഓൺ പോളിസിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദെൻ ഡോക്ടർ നരേന്ദ്ര ജാദവ് കമ്മിറ്റി മഹാരാഷ്ട്ര. അതായത് മഹാരാഷ്ട്രയിലെ 3 ലാംഗ്വേജ് പോളിസി റിവ്യൂ ചെയ്ത കമ്മിറ്റിയായിരുന്നു ഈ പറയുന്ന ഡോക്ടർ നരേന്ദ്ര ജാദവ് കമ്മിറ്റി. ഈ ഒരു 3 ലാംഗ്വേജ് പോളിസിനെ എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മിറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഗൈഡ് ലൈൻസും സ്റ്റേറ്റ് നീഡ്സും എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള വിശദമായ റിപ്പോർട്ടായിരുന്നു ഡോക്ടർ നരേന്ദ്ര ജാദവ് കമ്മിറ്റി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS1ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഫെഡറൽ ചലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റിംഗ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ്, ലാംഗ്വേജ് പോളിസി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഫോർ കോപ്പറേറ്റീവ് ഫെഡറലിസം, കൾച്ചർ ഡൈവേഴ്സിറ്റി ആൻഡ് റീജിയണൽ ഐഡന്റിറ്റി ഇൻ മൾട്ടിലിംഗ്വൽ ഇന്ത്യ. ഇത്രയും ടോപ്പിക്കുകളിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് എഡിറ്റോറിയൽ ദ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് എമർജൻസി. 1975ലെ എമർജൻസി സഞ്ജയ് ഗാന്ധിയുടെ അണ്ടറിൽ വളരെയധികം സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളമാണ് ഇന്ത്യൻ പോപ്പുലേഷനെ ഇമ്പാക്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയലിൽ നോക്കുന്നത്. സോ വളരെയധികം മാസീവ് കൊയോസീവ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ക്യാമ്പയിൻസ് ആയിരുന്നു അന്ന് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പുവർ, ദളിത്, മൈനോറിറ്റീസ്, റൂറൽ പോപ്പുലേഷൻ ആയിരുന്നു അവർ വളരെയധികം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പോപ്പുലേഷൻ കൺട്രോളിന്റെ പേരിൽ ബോഡി ഓട്ടോണോമി അവിടെ വയലേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ എത്രത്തോളം ബ്രൂട്ടാലിറ്റി ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. 8.3 മില്യൺ സ്റ്റെറിലൈസേഷൻ ആയിരുന്നു ആ ഒരു 1976-77 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും റീവാർഡ്സും പണിഷ്മെന്റും ഒക്കെ കൊടുത്തിട്ടായിരുന്നു ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഈ ഒരു ക്രൈം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. സോ പലപ്പോഴും അത് മുസാഫർ നഗർ ഫയറിംഗ്, നാസ്ബന്ദി ഗോലിക്കണ്ട് എന്ന പേരിൽ മുസാഫർ നഗർ ഫയറിംഗ് പോലുള്ള സ്റ്റേറ്റ് മിഷനറി അത്രയും ഒപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ഇതിന് ഗ്ലോബലി പാരലൽസ് ഉണ്ട്. കാരണം US, സ്വീഡൻ, നാസി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഈ പറയുന്ന സ്റ്റെറിലൈസേഷൻ പലപ്പോഴും വളരെയധികം ക്രിമിനൽ മാറ്ററിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പോപ്പുലേഷൻ കൺട്രോൾ എന്നുള്ള കാര്യം ബയോപൊളിറ്റിക്കൽ ടൂളായിട്ട് മൊത്തത്തിൽ മാറുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ഇന്ത്യയുടെ കേസിൽ കാണാൻ സാധിക്കുന്നത്. പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു എമർജൻസി ടൈമിൽ സിവിൽ ലിബർട്ടീസിനെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റെറിലൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സിവിൽ ലിബർട്ടീസിനെ മൊത്തത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനൊക്കെ മാസ് അറസ്റ്റ്, പ്രസ് സെൻസർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോർട്ടിനെ തന്നെ പല റൈറ്റ്സും മെജോറിറ്റി റൈറ്റ്സും ഒക്കെ എൻഫോഴ്സ് ചെയ്യുന്നതും തടയുന്നതും ഈ പറയുന്ന 1975 എമർജൻസിയിൽ നമുക്ക് കാണുന്നുണ്ട്. വളരെയധികം ഫോഴ്സ്ഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഡ്രൈവ് ആയിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. പല ആൾക്കാർക്കും അവർക്ക് താല്പര്യമില്ലാതെ തന്നെയായിരുന്നു ഈ ഒരു സ്റ്റെറിലൈസേഷന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ദെൻ ഷാ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് എമർജൻസി അബ്യൂസുകളെയും എക്സസുകളെയും ഒക്കെ വളരെയധികം സ്റ്റഡി ചെയ്ത ഒന്നായിരുന്നു ഈ പറയുന്ന ഷാ കമ്മീഷൻ റിപ്പോർട്ട്. ഇലീഗൽ ഡിറ്റൻഷൻസും അതിനൊക്കെ എത്രത്തോളമായിരുന്നു ഗവൺമെന്റ് അവരുടെ പവർ മിസ്യൂസ് ചെയ്ത് എന്നുള്ളത് നമുക്ക് ആ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചർ മിസ്യൂസിനെ നമുക്ക് എങ്ങനെ തടയണം എന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിലാണ് കാണുന്നത്. ദെൻ നാസ്ബന്ദി ഗോലിക്കണ്ട് ഇഷ്യൂ, അതായത് 1976 ഈ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ഉത്തർപ്രദേശിലായിരുന്നു. ആന്റി സ്റ്റെറിലൈസേഷൻ പ്രൊട്ടസ്റ്റേഴ്സിന് എതിരെ പോലീസ് ഫയർ ചെയ്ത് 50ഓളം ആൾക്കാര് മരിക്കുന്ന ഒരു സ്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് എമർജൻസി എറ റെപ്രഷന്റെ വളരെയധികം സിമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS1ലും GS2ലും ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം സ്റ്റേറ്റ് ഓവർറീച്ച് ആൻഡ് വയലേഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇൻ ഡ്യൂറിംഗ് ദ എമർജൻസി, coercive population control policies under emergency rule, ethical and legal implication of state driven biopolitical decisions. ഇത്രയും ടോപ്പിക്കൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എഡിറ്റോറിയൽ, why is the election commission of India delisting political parties? അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് 2019 തൊട്ട് അവർ ഇലക്ഷനിൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ ഡീലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, എന്തൊക്കെ റീഫോംസ് ആണ് നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റത്തിൽ വരേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സോ ഈ പറഞ്ഞ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസിന് പലപ്പോഴും ഈ പറഞ്ഞ ടാക്സ് എക്സംഷൻസും ഇലക്ട്രൽ പ്രിവിലേജും കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. സോ ഈ ഒരു പവർ അവരെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഇതിനകത്ത് എത്രത്തോളം ലീഗൽ ഗ്യാപ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഈ പറയുന്ന പാർട്ടീസിനെ ഡീരജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളും ഒന്നും തന്നെ അതിൽ പറയുന്നില്ല. ആ ഒരു പ്രൊവിഷൻസും കാര്യങ്ങൾക്കൊക്കെ ഇന്നും ട്രാൻസ്പെറൻസി കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പറയുന്ന ലീഗൽ ചലഞ്ചസുകളായാലും റെഗുലേറ്ററി ചലഞ്ചസുകളായാലും വളരെയധികം കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലെ മൊത്തത്തിൽ ഒരു റീഫോംസിന്റെ ആവശ്യകതയാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താണ്? അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികളായിരിക്കും ഇവ. പക്ഷെ അവയെ സ്റ്റേറ്റ് എന്നോ നാഷണൽ പാർട്ടീസ് എന്നോ ഉള്ള രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഇലക്ഷന് മത്സരിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതേപോലെ ഫ്രീ സിമ്പിൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സും അതേണക്ക് ഡൊണേഷൻ ഡീറ്റെയിൽസും ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുമാണ്. ദെൻ എന്താണ് ഇപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 സെക്ഷൻ 29A 29C. സെക്ഷൻ 29A പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യേണ്ട പാർട്ടി രജിസ്ട്രേഷൻ റൂൾസും മറ്റുമൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 29C എത്രത്തോളം ഡൊണേഷൻസ് അവർക്ക് സ്വീകരിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് 29C മെൻഷൻ ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പെറൻസി ഇൻ പാർട്ടി ഫണ്ടിംഗ് ആണ് ഇവിടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലോ കമ്മീഷൻ റിപ്പോർട്ട് 170th and 255th. 170th ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ പറയുന്ന വളരെയധികം സ്ട്രിക്റ്റ് റൂൾസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരണം. അതേപോലെ പാർട്ടീസിനെ ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 170th ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 255th റിപ്പോർട്ടിൽ എത്രത്തോളം ട്രാൻസ്പെറൻസി ആവശ്യമാണ്, ഇലക്ഷൻ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് എത്രത്തോളം റെഗുലേഷൻസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ആ ഒരു 255th റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ക്ലീനർ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ രണ്ട് റിപ്പോർട്ടിലും മൊത്തത്തിൽ നമുക്ക് കാണുന്നത്. ദെൻ ഇന്റർനാഷണൽ കോൺഗ്രസ് വേഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വെൽഫെയർ. അതായത് സുപ്രീം കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും റൂളിംഗ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പാർട്ടീസിനെ ഡീരജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത്രത്തോളം ലീഗൽ വയലേഷൻ ആ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ഡീരജിസ്റ്ററും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് റെഗുലേഷന്റെ കാര്യത്തിലും അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേണക്ക് തന്നെ പലപ്പോഴും ലീഗൽ ഗ്യാപ്സും കാര്യങ്ങളും ഒക്കെ അവരെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെഗുലേഷന്റെ പേരിലായാലും പാർട്ടികളുടെ ഓട്ടോണോമിയുടെ പേരിലായാലും ഒക്കെ ഒരു ഡിബേറ്റ് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ലീഗൽ റീഫോംസ് നീഡഡ് ടു എംപവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോർ പാർട്ടി റെഗുലേഷൻ, electoral accountability and misuse of political party status, lack of internal democracy in political parties and institutional remedies. ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, നോബൽ റൂട്ട് ദ ആൽക്കമിസ്റ്റ് ഓഫ് വൈൻസ് ഇസ് സെറ്റ് ഇൻ ഫംഗൽ ബയോളജി ആപ്പ്. അതായത് ഫംഗൽ സ്റ്റഡിയിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചിരിക്കുകയാണ്. യൂണിക് ക്രോമസോമൽ സ്ട്രക്ചർ ഫഞ്ചയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബേർട്രി സെനേറിയ എന്ന് പറയുന്ന നോബൽ റൂട്ട് ഫംഗസിലാണ് ഈ ഒരു ഡിസ്കവറി സംഭവിച്ചിട്ടുള്ളത്. സോ ഇത് എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഫംഗൽ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിന് പല ആൻസേഴ്സും കിട്ടാനായിട്ടും അതേണക്ക് തന്നെ ക്രോമസോമൽ ഡിസ്ട്രിബ്യൂഷൻ, ജനറ്റിക് ഇന്റഗ്രിറ്റി, അതേണക്ക് എവല്യൂഷണറി അഡ്വാൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റഡീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ പറഞ്ഞ ബോട്രീറ്റി സിനേറിയ എന്നുള്ള ഫഞ്ചി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ നോബൽ റൂട്ട് ഫഞ്ചി. അതായത് സ്വീറ്റ് വൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗസ് ആണത്. ഗ്രേപ്സിനെ വളരെയധികം ഷ്രിങ്ക് ചെയ്ത് വളരെയധികം ഷുഗേഴ്സും ഫ്ലവേഴ്സും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വൈൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഇതിനെ നോബൽ റൂട്ട് വൈൻ മേക്കിംഗ് എന്ന് അറിയപ്പെടുന്നത്. സോ ഈ ഒരു സ്റ്റഡീസ് എത്രത്തോളമാണ് നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ബോട്ടറി സിനാരിയോ ജിനോമീസ് ഡിവൈഡ് എമംഗ് സെവറൽ ന്യൂക്ലിയ ഇൻ വൺ സെൽ മേക്ക് ജനറ്റിക് സ്റ്റഡി ആൻഡ് മാനിപ്പുലേഷൻ മോർ കോംപ്ലക്സ്. പല ജനറ്റിക് ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാനുള്ള ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡീനെ കാണുന്നുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 ഈ ഒരു ടോപ്പിക്ക് വളരെയധികം റെലവെന്റ് ആണ്. ബ്രേക്ക് ത്രൂ ഇൻ ഫംഗൽ ജനറ്റിക്സ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ ക്ലോണിംഗ് ആൻഡ് ക്രോമസോം ബയോളജി, role of scientific curiosity and failed experiment in driving biological discoveries, application of fungi in wine making and their broader biological significance. ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയൽസും ന്യൂസും ഒക്കെ നോക്കിയിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.